വൈക്കം വടക്കംകൂർ രാജാവ് ഭാസ്കര രവിവർമ്മയുടെ കാലത്ത് 997 സ്ഥാപിതമായ വടയാർ പള്ളിയുടെ ചരിത്രം മതസൗഹാർദ്ദത്തിൻ്റെ ഉദാത്ത മാതൃകയാണെന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA. ക്രിസ്ത്യാനികൾക്ക് പള്ളി സ്ഥാപിക്കാൻ കരമൊഴിവായി സ്ഥലം നൽകി ആരാധന നടത്തുവാൻ സൗകര്യം നൽകിയത് അക്കാലത്തെ ഭരണാധികാരികളുടെ മതനിരപേക്ഷതയ്ക്ക് ഉത്തമ ദൃഷ്ടാന്തമായി കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടയാർ പള്ളിയിലെ ദർശന തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ അനുമോദന സമ്മേളനം വടയാർ പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും ലഭിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മെ വിശ്വാസത്തിൽ കൂടുതൽ തിഷ്ഠതയുള്ളതാക്കി തീർന്നത്. അതുകൊണ്ടാണ് ഈ ആഘോഷങ്ങളെല്ലാം, നമ്മുടെ ഈ തിരുനാൾ ആഘോഷങ്ങളെല്ലാം അർത്ഥപൂർണമായി തീരുന്നത് ഈ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ തന്നെയാണ്. അപ്പോൾ ദൈവാനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നതിന്, പ്രത്യേകിച്ചും 2024 അവസാനത്തിൽ 2025 പിറവിയിലേക്ക് കടക്കുമ്പോൾ, ഓരോ വർഷങ്ങളുടെയും ഓരോ ദിവസങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും എന്തുമാത്രം പ്രശ്നങ്ങളാണ്. അതിനിടയിൽ സന്തോഷവും ഐശ്വര്യവും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സംരക്ഷണവും ഒക്കെ ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെ തന്നെയാണ്. പ്രാർത്ഥനയുടെ ഒരു ജീവിതത്തിലൂടെ ഇനിയും നമ്മുടെ നാടിനെ മുന്നോട്ട് പോകാൻ, ഈ ദേശം മുഴുവനുള്ള എല്ലാ കുടുംബങ്ങൾക്കും, ജാതിമതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും കൂടുതലായി ദൈവാനുഗ്രഹം ലഭിക്കുവാൻ ഉണ്ണീശോ കൃപ ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയാണ് നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാൻ കഴിയുന്നത്. അതിന് ഈ തിരുനാളാണ്. വടയാർ ഉണ്ണിമിശിക പള്ളി വികാരി റവറൻ ഫാദർ സെബാസ്റ്റ്യൻ ചണ്ണാപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഫാദർ പോൾ തോട്ടുപുറം, തിരുനാൾ പ്രസിഡന്റ് MV മനോജ്, കൈക്കാരന്മാരായ സേവ്യർ തയ്യിൽ, ജോസഫ് തോട്ടപ്പള്ളി, മദർ സുപ്പീരിയർ സിസ്റ്റർ മരിയ, വൈസ് ചെയർമാൻ ജോസ് മാത്യു തോട്ടപുറം, 2026 പ്രസിഡന്റ് മാർട്ടിൻ വല്യാറയിൽ, മതബോധം ഹെഡ്മാസ്റ്റർ ഷിജു ഒറ്റപ്ലാക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു. വടയാർ പള്ളിയുടെ സവിശേഷമായ ചരിത്ര പാരമ്പര്യമനുസരിച്ചുള്ള സാൽവേ ലത്തീഞ്ഞും വാഹനമഞ്ചരിപ്പും വികാരി റവറൻ ഫാദർ സെബാസ്റ്റ്യൻ ചണ്ണാപ്പള്ളി നേതൃത്വം നൽകി. അനുമോദന സമ്മേളനത്തിന് ശേഷം പള്ളിയിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ചിക്കാഗോ രൂപതാ ബിഷപ്പ് അഭിവന്ദ്യ ജോയി ആലപ്പാട്ട് നേതൃത്വം നൽകി. ഇപ്പോൾ ആയിരിക്കുന്ന പ്രസിഡന്റിക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. ഞാൻ ആ കർത്തവ്യം കൃത്യമായിട്ട് ചെയ്ത് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. പുതിയ പ്രസിഡന്റ് മാർട്ടിൻ വല്യാറ, ജോർജ് ഹെൻറി, ഇവർ 3 പേരാണ് ഒന്ന് ചേർന്നാണ് തിരുനാൾ നടത്തുന്നത്. ഈ നിമിഷം ദൈവത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഒരിക്കൽ കൂടി താണു വീണ് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും, ഒപ്പം എനിക്ക് ജന്മം നൽകിയ എൻ്റെ മാതാപിതാക്കളെ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയും, ഒപ്പം എല്ലായ്പ്പോഴും കരുത്തും താങ്ങും തണലുമായി നിന്ന വിഷൻ ന്യൂസ്, വൈക്കം.